9ാം ദിവസത്തെ യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തൊട്ട് തന്നെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് വീഡിയോസ് വളരെ കുറച്ച് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ. രാവിലെ അതിനിടയിലൊന്ന് വഴിയും തെറ്റി. സിറ്റിയിൽ നിന്ന് പുറത്ത് കിടക്കാൻ തന്നെ നമുക്ക് നല്ല സമയം വേണ്ടി വന്നു. കുറച്ചുകൂടി നേരത്തെ ഇറങ്ങണം എന്നൊക്കെ ആയിരുന്നു നമ്മൾ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ രാവിലെ ഇതിനേക്കാളും വലിയ മഴയായിരുന്നു. നമുക്കൊന്ന് ഇറങ്ങി ലഗേജ് ഒന്ന് ടൈ ചെയ്യാൻ പോലുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്കുള്ള യാത്രയിലെ ഏറ്റവും മനോഹരമായ കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പുതിയ ആൾക്കാരെ പരിചയപ്പെടും എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്തെടുത്ത് 3 പേരുണ്ടായിരുന്നു. അതിലൊരാൾ നമ്മുടെ ധോണിയുടെ നാട്ടുകാരനായിരുന്നു, റാഞ്ചിക്കാരനായിരുന്നു. പുള്ളി മിലിറ്ററി ജോയിൻ ചെയ്യാനായിട്ടുള്ള മെഡിക്കലിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കൊൽക്കത്തയിലെത്തിയത്. അപ്പോൾ കുറച്ചധികം സമയം ഞങ്ങൾക്ക് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞു. വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളായിരുന്നു. ആളും യാത്രേനെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇനിയും എവിടെയെങ്കിലും വെച്ചൊക്കെ കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ തിരിഞ്ഞു. ഒരു പക്ക നോർത്ത് ഇന്ത്യൻ താലി മീൽസ് ആയിരുന്നു ഇന്നത്തെ എൻ്റെ ഭക്ഷണം. മഴ കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറി. അപ്പോൾ നമ്മളൊന്ന് നിർത്തി ഒരു ഫോട്ടോ വയ്ക്കുന്നിടത്താണ്. നല്ല വിശാലമായ പാടമാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഈ പാടത്തിൻ്റെ നടുവിലൂടെയാണ് ഞാൻ കുറേ നേരമായി വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അടുത്ത മഴയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒരു ഗ്രൂപ്പ് ഓഫ് റൈഡേഴ്സിനെ നമ്മൾ ഇതിനിടയിൽ കണ്ടുമുട്ടി. ഇവരെ കണ്ടു കഴിഞ്ഞപ്പം എനിക്കൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായി. കാരണം ഇവരുടെ വണ്ടിയിലെല്ലാം ഫോഗ് ലാമ്പ് ഉണ്ടായിരുന്നു, എനിക്കാണെങ്കിൽ അതില്ല. അപ്പോൾ ഇനി മേളിലേക്കുള്ള യാത്രയിൽ ഫോഗ് ലാമ്പ് ഒരു മസ്റ്റാണ് എന്ന് എനിക്ക് ഇവരെ കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ അതില്ലാത്തതിൻ്റെ ടെൻഷനായിരുന്നു എനിക്ക്. ഞാൻ വീഡിയോ എടുക്കുന്നത് അവർ കണ്ടിരുന്നു, അവരുടെ ക്യാപ്റ്റൻ. അപ്പോൾ ഞാൻ അതിനുശേഷം അവർ പാസ് ചെയ്തതിന് ശേഷം അവരുടെ പുറകെ കൂടെ പോയി അവരുടെ ഫ്രണ്ടിലെത്തി. അപ്പോൾ അവരുടെ ക്യാപ്റ്റൻ ഇങ്ങനെ സംസാരിച്ചു. വെസ്റ്റ് ബംഗാളിൻ്റെ നോർത്തേൺ സൈഡിലേക്കാണ് അവരുടെ യാത്ര. അപ്പോൾ അവർ ഇന്ന് സിലിഗുരിയിൽ തന്നെയാണ് അവരും സ്റ്റേ ചെയ്യുന്നത്. അതിനുശേഷം നാളെ ഏർലി മോർണിംഗ് അവർ വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ സിലിഗുരി ടൗണിലേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഡോർമെറ്ററി അങ്ങനെ ഒത്തിരി തപ്പിയൊന്നുമില്ല. നമ്മൾ ഓൺലൈനിൽ നോക്കിയിട്ട് കൊള്ളാവുന്നൊരു ഹോട്ടൽ നോക്കി ഡയറക്റ്റ് അങ്ങ് ചെന്ന് റൂം എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ചെന്നപ്പം നമുക്കൊരു നല്ലൊരു വരവേൽപ്പ് കിട്ടി. അതായത് അവിടുത്തെ ഹോട്ടലിൻ്റെ ഓണർ ഒരു പഞ്ചാബി സിംഗ് ആയിരുന്നു. അദ്ദേഹം എൻ്റെ വണ്ടിയും ലഗേജും കണ്ട് ഇറങ്ങി വന്ന് എന്നോട് സംസാരിക്കുകയും അപ്പോൾ തന്നെ അവിടുത്തെ റൂം ബോയോട് വിളിച്ചിട്ട് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരുപാട് നല്ലൊരു സ്വീകരണമായിരുന്നു അവിടെ കിട്ടിയത്. ഇങ്ങനത്തെ അനുഭവങ്ങളാണ് യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നത്. ഇതാണ് നമ്മൾ ആ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ. ഇതുവരെ ശരിക്കും ഒരു ഓട്ടപ്രദക്ഷിണം തന്നെയായിരുന്നു നമ്മുടെ യാത്ര. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഓരോ സ്ഥലവും മാക്സിമം എക്സ്പ്ലോർ ചെയ്തായിരിക്കും മുന്നോട്ട് പോകുന്നത്. കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്